എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ കഴിഞ്ഞൊരു 4-5 ആഴ്ചത്തെ വളരെ വലിയൊരു സെൽ ഓഫിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പം നിലവിൽ ചെറിയൊരു റിക്കവറിയുടെ പാതയിലാണ് ഉള്ളത്. കഴിഞ്ഞ മാസം ഏകദേശം $80,000 വരെ പോയതിനു ശേഷം കഴിഞ്ഞ ഒരു 5-8 ദിവസമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ചെറിയ രീതിയിൽ ബുള്ളിഷ് ആയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇപ്പം നിലവിൽ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് $94,000 അടുത്താണ്. സോ കഴിഞ്ഞ മാസത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ വർഷത്തെ ഏറ്റവും വേഴ്സ്റ്റ് മന്ത് ആയിരുന്നു നവംബർ മാസം. ഇതിന് മുന്നേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ആയിരുന്നു ഏറ്റവും വേഴ്സ്റ്റ് മന്ത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നവംബർ മാസമാണ്. 17.67% ആണ് കഴിഞ്ഞ മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസ് കുറഞ്ഞത്. ഇപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബറും നവംബർ മാസമാണ് ബിറ്റ്കോയിൻ്റെ വളരെ നല്ല മാസങ്ങൾ. പക്ഷേ ഈ ഒരു വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഒക്ടോബർ മാസവും നവംബർ മാസവും ആക്ച്വലി താഴോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഡിസംബറിൻ്റെ തുടക്കം തന്നെ ചെറിയൊരു ബുള്ളിഷ് ആയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ETF-കളിലോട്ട് ചെറിയ രീതിയിൽ ഇൻഫ്ലോ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഔട്ട്ഫ്ലോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഇൻഫ്ലോ ആണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു വലിയ രീതിയിലുള്ളൊരു സെൽ ഓഫ് കാര്യങ്ങളൊക്കെ ഒന്ന് കൂളായി ഇപ്പോൾ നിലവിൽ ചെറിയ രീതിയിലുള്ള പോസിറ്റീവ് ഇൻഫ്ലോ ആണ് ബിറ്റ്കോയിൻ ETF-കളിലോട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അതേപോലെ വേറെ ഒന്ന് രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ്, അതേപോലെ തന്നെ ഈ മാസം ഡിസംബർ മാസം നമ്മൾ മേജറായിട്ട് വാച്ച് ചെയ്യേണ്ട ന്യൂസ് കാര്യങ്ങൾ, ഇവൻ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മേജറായിട്ട് ഇന്നലെ വന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് വാൻഗാർഡ് US-ലുള്ള അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബിറ്റ്കോയിൻ ETF പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. സോ വാൻഗാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ബ്ലാക്ക് റോക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് വാൻഗാർഡ്. ഏകദേശം $11 ട്രില്യൺ ആണ് വാൻഗാർഡിൻ്റെ ഇപ്പം നിലവിലെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. സോ ഒരു സമയത്ത് ഒരിക്കലും ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിരുന്നു വാൻഗാർഡ്. പക്ഷേ ഫൈനലി അവർക്ക് അവരുടെ ഡിസിഷൻ മാറ്റി ഇപ്പം നിലവിൽ ബിറ്റ്കോയിൻ ബിസിനസ്സിലോട്ടും ഇറങ്ങാൻ അവരെ നിർബന്ധിതമാക്കി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് വാൻഗാർഡിന്റെ തന്നെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആയിട്ടുള്ള ബ്ലാക്ക് റോക്കും ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ബിറ്റ്കോയിൻ ETF-കളിലൂടെയാണ്. അതായത് അവരുടെ തന്നെ 10, 20, 25 വർഷം പഴക്കമുള്ള ഫ്ലാഗ്ഷിപ്പ് ETF-കളായിട്ടുള്ള S&P ETF, ഗോൾഡ് ETF, നാസ്ഡാക്ക് ETF, അത്തരത്തിലുള്ള ETF-കളെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കൂടുതൽ റവന്യൂ ആണ് ബ്ലാക്ക് റോക്കിന്റെ ഐബിറ്റ് എന്നുള്ള ബിറ്റ്കോയിൻ ETF ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇനിയും ബിറ്റ്കോയിൻ അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ അഡോപ്റ്റ് ചെയ്യാതിരുന്നാൽ വാൻഗാർഡിന്റെ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് റോക്കിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോൾ നിലവിൽ വാൻഗാർഡ് അവരുടെ ഡിസിഷൻ മാറ്റി ബിറ്റ്കോയിൻ അഡോപ്റ്റ് ചെയ്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് വളരെ അൺസർട്ടനിറ്റി ഉള്ള ഒരു കാര്യമായിരുന്നു ഡിസംബർ മാസം ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നവംബർ മാസത്തിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 1-2 വീഡിയോസിലായിട്ട് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിന്റെ ബിഗിനിങ്ങിൽ ഡിസംബർ മാസം റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള ഒരു പ്രോബബിലിറ്റി ആയിരുന്നു മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് നവംബറിൽ റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രോബബിലിറ്റി ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് ഡിസംബർ 10-ാം തീയതി നടക്കാൻ പോകുന്ന FOMC മീറ്റിംഗിൽ എന്തായാലും 0.25% റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി ഏകദേശം 90% ആയി മാറി എന്നുള്ളതാണ്. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിസംബർ 1-ാം തീയതി മിനിഞ്ഞാന്ന് മുതൽക്ക് ഫെഡറൽ റിസർവ് കഴിഞ്ഞ 4 വർഷമായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് ഡിസംബർ 1-ാം തീയതി മുതൽക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ഒഫീഷ്യലി നിർത്താൻ പോകുന്നു എന്ന് ഫെഡറൽ റിസർവ് അനൗൺസ് ചെയ്തത്. സോ ഒഫീഷ്യലി ഡിസംബർ 1-ാം തീയതി മുതൽക്ക് ഇപ്പം നിലവിൽ ഫെഡറൽ റിസർവ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ എന്താണ് ഡിസംബർ മാസത്തെ എൻ്റെ എക്സ്പെക്ടേഷൻ? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു $100,000 വരെ പോയതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും താഴോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അതായത് അടുത്തൊരു 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $100,000 വരെ പോവുകയും അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ള ഈ ഒരു ബെയർ മാർക്കറ്റ് ബോട്ടം ആയിട്ടുള്ള ഈ ഒരു $74,000 വരെ പോവുകയും പിന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. സോ കഴിഞ്ഞ 1-2 വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോഴും ഒരു ബെയർ മാർക്കറ്റിൽ തന്നെയാണ് ഉള്ളത്. അതായത് ബിറ്റ്കോയിൻ ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജ് ബിറ്റ്കോയിൻ്റെ ലോങ് ടേം സപ്പോർട്ട് ആയിട്ടുള്ള 50 വീക്ക് മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നത് കാരണം കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു ബെയർ മാർക്കറ്റിലാണ് ഉള്ളത്. ഈ ബെയർ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് കുറച്ച് മാസങ്ങളെങ്കിലും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിലുണ്ട്. അതേപോലെ തന്നെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ബോട്ടം ലെവൽ എന്ന് പറയുന്നത്
പറയുന്നത് ഒരു $74,000 അതിലും താഴോട്ട് പോകും എന്ന് ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു റേഞ്ച് വരെ ബിറ്റ്കോയിൻ ഇനി ഒന്നുകൂടെ ഈ ഒരു $100,000 പോയതിനു ശേഷം വീണ്ടും ഈ ഒരു $74,000 ആ ഒരു റേഞ്ചിലോട്ട് വരാനുള്ള ഒരു പ്രോബബിലിറ്റി ആണ് ഞാൻ കാണുന്നത്. സോ അതിന് ഞാൻ ഏകദേശം ഒരു 75% പ്രോബബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിനുള്ള മെയിൻ ആയിട്ടുള്ള 2-3 കാരണങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള ടെക്നിക്കലി ഉള്ള റീസൺ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ മാക്രോ ലെവലിലുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ ഒരു 4 ഇയർ സൈക്കിൾ കാര്യങ്ങൾ ഇതെല്ലാം ഇൻവാലിഡേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജിൻ്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ചയെങ്കിലും ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ സാധിക്കും വിത്തിൻ 2 to 3 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ ബിറ്റ്കോയിൻ പുതിയ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് പോകാനുള്ള എല്ലാ പ്രോബബിലിറ്റിയും നമുക്ക് മുന്നിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത 1-2 ആഴ്ച ബിറ്റ്കോയിൻ്റെ പ്രൈസ് $100,000 വരെ പോകാനുള്ളതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു 3 കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ റീസൺ, ഫെഡറൽ റിസർവ് ഡിസംബർ 1-ാം തീയതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കിയത് അല്ല. സോ ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വൈകാതെ തന്നെ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തും, ബുൾ മാർക്കറ്റ് 2026 ഫുള്ള് ബുൾ മാർക്കറ്റ് ആയിരിക്കും എന്നുള്ള ഒരുപാട് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കിയതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഷോർട്ട് ടൈമിൽ മുകളിലോട്ട് പോവുകയും പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം 2-3 മാസം അല്ല ഒരു 3-4 മാസം വളരെ ശക്തമായിട്ട് താഴോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഹിസ്റ്റോറിക്കലി ഇതിൻ്റെ മുന്നേ ഫെഡറൽ റിസർവ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കിയത് ഓഗസ്റ്റ് 1-ാം തീയതി 2019-ലാണ്. 2017-18 ആ സമയത്തൊക്കെ ഫെഡറൽ റിസർവ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതെല്ലാം നിർത്തലാക്കും എന്ന് 2019 സെപ്റ്റംബറിൽ നിർത്തലാക്കും എന്നുള്ളതാണ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ക്യൂട്ടി കാര്യങ്ങളൊക്കെ ബാങ്കിങ് മേഖലയിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ജൂലൈ 30-31-ാം തീയതി നടത്തിയിട്ടുള്ള FOMC മീറ്റിങ്ങിലാണ് അവർ അനൗൺസ് ചെയ്തത് ഓഗസ്റ്റ് 1-ാം തീയതി മുതൽക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ളത്. സോ തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തത്. ജൂലൈ 31-ാം തീയതി മുതൽക്ക് വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം 28% ആണ് മുകളിലോട്ട് പോയത്. ഏകദേശം $12,000 വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയി, ഏകദേശം 9,000 ആ ഒരു റേഞ്ചിൽ നിന്ന്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഡിസംബർ 2019 വരെയും 2019 ഡിസംബർ വരെയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയാണ് ചെയ്തത്. ഏകദേശം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം കംപ്ലീറ്റ് ആയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയാണ് ചെയ്തത്. ഏകദേശം $10,096 നിന്നും $6,425 വരെ, അതായത് 36% ആണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോയത്. അതിനുശേഷമാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് 2020 ചെറുതായിട്ട് മുകളിലോട്ട് പോകാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആക്ച്വലി കൊറോണ ക്രൈസിസ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം $3,000-4,000 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോയതിന് ശേഷമാണ് ഫെഡറൽ റിസർവ് വലിയ രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് നടത്തുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ലൈനാണ് ഫെഡറൽ റിസർവിൻ്റെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്, അതായത് ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്. ഓക്കെ, അപ്പോൾ ഫെഡറൽ റിസർവ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കിയിട്ട് ചെറിയ രീതിയിൽ ബാലൻസ് ഷീറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന ഈ 4-5 മാസവും വളരെ വലിയ രീതിയിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരികയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഈ 2025 ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 1-ാം തീയതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കിയത്. അപ്പോൾ ഇതേപോലെ ഇനീഷ്യലി ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കിയപ്പോൾ 2019 28% മുകളിലോട്ട് പോയതുപോലെ അതിൻ്റെ പകുതിയെങ്കിലും ഈ ഒരു അടുത്ത 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് $100,000 എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 2019 ഇതേപോലെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരാനുള്ളൊരു പ്രോബബിലിറ്റിയാണ് കൂടുതൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി എല്ലാ ബുൾ മാർക്കറ്റിലും എപ്പോഴൊക്കെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ടോ, ഒരു ബെയർ മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ടോ, അപ്പോഴൊക്കെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഒരു വലിയൊരു ബെയർ മാർക്കറ്റിലോട്ട് പോകുന്നതിന് മുന്നേ ചെറിയൊരു റിലീഫ് റാലി ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജിൻ്റെ അടുത്ത് വരെ പോയിട്ടാണ് ബിറ്റ്കോയിൻ വീണ്ടും വലിയ രീതിയിൽ താഴോട്ട് പോയിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ കഴിഞ്ഞ ബെയർ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 2021 ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബുള്ളിഷ് ആയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജിൻ്റെ അടുത്ത് വരെ പോയിട്ട്
പോയിട്ടാണ് വീണ്ടും താഴോട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് 2017 18 ആ ഒരു സമയത്തെല്ലാം നമുക്ക് കാണാനും സാധിക്കാം. ഇതിപ്പോൾ 2018 ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും 2018 മാർച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മെയ്യിലാണ് ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നത്. അതിനുശേഷവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2-3 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ അഗെയിൻ ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജിന് അടുത്ത് വരെ പോവുകയും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് റിജക്ട് ചെയ്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കംപ്ലീറ്റ് ഒരു ബെയർ മാർക്കറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ബിറ്റ്കോയിൻ ഫുള്ള് ബുള്ളിഷ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ ഒരു ബുൾ മാർക്കറ്റിലും റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ലി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി അടുത്ത 1-2 ആഴ്ച ഇത് ചെറിയ രീതിയിൽ ബുള്ളിഷായി മുകളിലോട്ട് പോയതിന് ശേഷം ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഈ ഒരു $102,000 ഇതേ ഒരു റേഞ്ചിൽ പോയതിന് ശേഷം ഈ ഒരു റേഞ്ചിൽ നിന്ന് റിജക്റ്റായി വീണ്ടും താഴോട്ട് വരാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ റീസൺ. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ റീസൺ, ബിറ്റ്കോയിൻ്റെ പ്രൈസ് എപ്പോഴും ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന അവസാനത്തെ മാസമാണ് ആ ഒരു ടോപ്പ് പ്രൈസിലോട്ട് എത്തുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് നടത്തിയതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് മെജോറിറ്റി ആളുകളും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ മുകളിലോട്ട് പോകും എന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി റേറ്റ് കട്ട് ഒരു സെൽ ദ ന്യൂസ് ഇവൻ്റാണ്. ഓക്കെ, ആ ഒരു റേറ്റ് കട്ട് നടന്നതിന് ശേഷം ആക്ച്വലി ബിറ്റ്കോയിൻ്റെ പ്രൈസ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബർ നവംബർ ഡിസംബർ FOMC മീറ്റിംഗിലാണ് ഫെഡറൽ റിസർവ് 2024 1% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതേ ഒരു പീരീഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ മുതൽക്ക് ഡിസംബർ വരെയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ റേറ്റ് കട്ട് ഡിസംബറിലെ അവസാനത്തെ റേറ്റ് കട്ട് കഴിഞ്ഞതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു 1% റേറ്റ് കട്ട് ആക്ച്വലി ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഈ റേറ്റ് കട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ബിറ്റ്കോയിൻ്റെ പ്രൈസ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിവിടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി കഴിഞ്ഞ 2024 ഡിസംബർ 18 അവസാനത്തെ റേറ്റ് കട്ട്. ആ അവസാനത്തെ റേറ്റ് കട്ടിന്റെ തൊട്ട് മുന്നേ ഡിസംബർ 17 2024 ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പ് പ്രൈസിലോട്ട് എത്തിയിട്ടുള്ളത്. അതായത് $108,000 എത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ 2024 മുതൽക്ക് 2025 ഏപ്രിൽ മാസം വരെയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെജോറിറ്റി ആളുകളും ഇപ്പം നിലവിൽ ഡിസംബറിൽ റേറ്റ് കട്ട് കഴിഞ്ഞാൽ ഡിസംബർ 10 റേറ്റ് കട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അത് കഴിഞ്ഞിട്ട് വീണ്ടും കൂടും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഈ ഒരു ഡിസംബർ 10 മുന്നേ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടാനും അത് കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഈ ഒരു റേറ്റ് കട്ട് നടന്നതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴാനുള്ളൊരു പ്രോബബിലിറ്റിയാണ് നമുക്ക് കൂടുതലുള്ളത്. അതേ ഒരു കാര്യം തന്നെയാണ് ഹിസ്റ്റോറിക്കലി നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ലൈക്ലി ഡിസംബർ 10 മുന്നേ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,00,000 വരെ പോവുകയും അത് കഴിഞ്ഞതിന് ശേഷം താഴോട്ട് വരാനുള്ള പ്രോബബിലിറ്റിയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അത് മാത്രമല്ല ഡിസംബർ 10 ഈ FOMC മീറ്റിങ്ങിലാണ് അവസാനമായിട്ട് ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് നടത്താൻ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള FOMC മീറ്റിങ്ങിലൊന്നും ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2026 ജനുവരി 28 നടക്കാൻ പോകുന്ന FOMC മീറ്റിങ്ങിൽ സെയിം റേറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റിയാണ് മാർക്കറ്റ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർച്ചിലാണ് എന്നുണ്ടെങ്കിലും ഏപ്രിലാണെന്നുണ്ടെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ലൈക്ലി ഡിസംബർ 10 ഈ മാസം നടത്താൻ പോകുന്ന FOMC മീറ്റിങ്ങിൽ ഉള്ള റേറ്റ് കട്ടാണ് ലാസ്റ്റ് റേറ്റ് കട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ ഉള്ളത്. അത് നമ്മൾ ഈ 3 കാര്യങ്ങളും നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മോസ്റ്റ് ലൈക്ലി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി വീണ്ടും ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജ് വരെ പോവുകയും $100,000 വരെ പോവുകയും അവിടെ നിന്ന് റിജക്റ്റായി വീണ്ടും ഈ ഒരു $74,000 താഴോട്ട് വരാനുള്ളൊരു പ്രോബബിലിറ്റിയാണ് ഒരു ഷോർട്ട് ടൈമിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 മന്ത്സിൻ്റെ ഉള്ളിൽ ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനാരിയോ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു $74,000 താഴോട്ട് പോവാതിരിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി ബിറ്റ്കോയിൻ ഒരിക്കലും ഇതുവരെ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ബിറ്റ്കോയിൻ US എലക്ഷൻ ഡേയിൻ്റെ ആ ഒരു പ്രൈസിൻ്റെ താഴെ ഒരിക്കലും ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ 2012 ഒബാമ എലക്റ്റഡ് ആയതിനു ശേഷം ആ ഒരു $12 താഴെ ഇതുവരെ പോയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം 2016 ട്രംപ്
എലക്റ്റഡ് ആവുന്ന സമയത്ത് $710 അതിൻ്റെ താഴെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരിക്കലും പോയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം 2020 നവംബറിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ബൈഡൻ എലക്റ്റ് ആവുന്ന സമയത്ത് $13,555 ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2021 $69,000 വരെ പോയി താഴോട്ട് വന്നു എന്നുണ്ടെങ്കിലും ഈ $13,555 താഴോട്ട് പോയിട്ടില്ല. ബിറ്റ്കോയിൻ ഒരു 15,000 ആ ഒരു റേഞ്ചിൽ പോയതിനു ശേഷം ബിറ്റ്കോയിൻ മുകളിലോട്ട് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ 2024 ബിറ്റ്കോയിൻ്റെ പ്രൈസ് ട്രംപ് എലക്റ്റ് ആകുന്ന സമയത്ത് $70,110 എന്നുള്ള ഈ ഒരു പ്രൈസിലായിരുന്നു. അപ്പോൾ ഇനി മോസ്റ്റ് ലൈക്ക്ലി ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ബെയർ മാർക്കറ്റിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും മേ ബി ഈ ഒരു $70,000 അടുത്ത് അല്ലെങ്കിൽ ഒരു $75,000 ആ ഒരു റേഞ്ചിലൊക്കെ പോകാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലുള്ളത്. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് താഴോട്ട് പോയാലും നമുക്കൊന്നും പറയാനും സാധിക്കില്ല. കാരണം ബിറ്റ്കോയിൻ ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനും ഒരിക്കലും സാധിക്കില്ല. സോ എന്തായാലും ഹിസ്റ്റോറിക്കലുള്ള ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെയർ മാർക്കറ്റിൻ്റെ ഒരു ബോട്ടം ലെവൽ എന്ന് പറയുന്നത് ഒരു $75,000 ആ ഒരു റേഞ്ചിലോട്ടായിരിക്കും. ഇനിയിപ്പോൾ അതിന് താഴോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബിറ്റ്കോയിൻ വളരെ അഗ്രസീവായിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ് പേഴ്സണലി പറയാനുള്ളത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.